പാസ്പോർട്ടിൽ ഒരു അഡ്രസ്സ്, ആധാറിൽ വേറൊരു അഡ്രസ്സ്. ഇത് എപ്പോഴാണ് പ്രശ്നമാകുന്നത്? പലർക്കും ഉള്ളൊരു സംശയമാണിത്. മാര്യേജ് കഴിഞ്ഞു, ഇപ്പോഴും ഡോക്യുമെന്റ്സ് പഴയ വീട്ടിലെ അഡ്രസ്സ് തന്നെയാണ്. ജോലി കാരണം വേറെ സ്ഥലത്തേക്ക് ഷിഫ്റ്റായി, ഫ്ലാറ്റിലേക്ക് മാറിയപ്പോൾ അഡ്രസ്സ് മാറി. ചില ഡോക്യുമെന്റ്സിൽ ഹൗസ് നെയിം സ്പെല്ലിംഗ് പോലും വ്യത്യാസമുണ്ട്. അപ്പോൾ എല്ലാ ഡോക്യുമെന്റ്സിലും ഒരേ അഡ്രസ്സ് ആക്കണോ? ഇവിടെയാണ് പലർക്കും തെറ്റിദ്ധാരണ വരുന്നത്. അഡ്രസ്സ് എന്നത് കാലത്തിനനുസരിച്ച് മാറുന്ന ഒരു വിവരമാണ്. അതുകൊണ്ട് എല്ലാ ഡോക്യുമെന്റ്സിലും ഒരേ അഡ്രസ്സ് തന്നെ വേണമെന്ന് നിർബന്ധമില്ല. അതുകൊണ്ട് അഡ്രസ്സിന്റെ കാര്യത്തിലൊന്നും ശ്രദ്ധിക്കേണ്ടതില്ല എന്നുമല്ല. പാസ്പോർട്ട്, ബാങ്ക് KYC, ഇൻഷുറൻസ്, പ്രോപ്പർട്ടി, വിസ പോലുള്ള പല ഔദ്യോഗിക ആവശ്യങ്ങളിലും ഒന്നിലധികം ഡോക്യുമെന്റ്സ് ഒരുമിച്ച് പരിശോധിക്കേണ്ട സാഹചര്യം വരാം. അപ്പോൾ അഡ്രസ്സിലെ വലിയ വ്യത്യാസങ്ങൾ, ഹൗസ് നെയിമിലെ വലിയ മാറ്റങ്ങൾ, അല്ലെങ്കിൽ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് പോലുള്ള മറ്റു വിവരങ്ങളിലെ മിസ്മാച്ചുകളോടൊപ്പം അഡ്രസ് പ്രശ്നവും വന്നാൽ കൂടുതൽ ക്ലാരിഫിക്കേഷൻ അല്ലെങ്കിൽ കറക്ഷൻ ആവശ്യമായി വരാം. അതുകൊണ്ട് പ്രധാന ആവശ്യങ്ങൾ വരുന്നതിന് മുമ്പ് നിങ്ങളുടെ ഡോക്യുമെന്റ്സ് ഒരിക്കൽ ചെക്ക് ചെയ്ത് വെച്ചോളൂ. പലരും ഇതിലും പ്രധാനപ്പെട്ട ഒരു കാര്യം മറക്കാറുണ്ട്. അതാണ് പ്രസന്റ് അഡ്രസ് പ്രൂഫ്. എന്തുകൊണ്ടാണ് ഇത് ഇത്ര പ്രധാനമായത്? അത് അടുത്ത വീഡിയോയിൽ പറയാം. അഡ്രസ്സ് കാരണം കൺഫ്യൂസ് ആയിരിക്കുന്ന ഒരു സുഹൃത്തിന് ഈ വീഡിയോ ഇപ്പോൾ തന്നെ ഷെയർ ചെയ്യും. കൂടുതൽ പ്രാക്ടിക്കൽ ഡോക്യുമെന്റ് ഗൈഡിനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യും.